ഹായ് എവരിവൺ, IIT JAM 2026 പ്രിപ്പറേഷൻ ഡൗട്ടുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കാരണം ജാം എക്സാം ഇനി ഏകദേശം 8 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് 2026 അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതുപോലെ ഏതൊക്കെ കുട്ടികളാണ് ജാം പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. IIT JAM 2026 ഏകദേശം 7 മന്ത്സിൻ്റെ ഒരു ഡ്യൂറേഷനായിട്ട് നിങ്ങൾ എടുക്കുക. 7 മന്ത്സ് കൊണ്ട് വേണം നമുക്ക് ജാം ക്രാക്ക് ചെയ്യാൻ. ഇപ്പോൾ ജാം ഫിസിക്സ് ആയാലും അതർ സബ്ജക്ട്സ് ആയാലും എന്തായാലും സെയിം മന്തിൽ തന്നെയാണ് എക്സാം നടത്തുക. 6 മന്ത്സ് അല്ലെങ്കിൽ 7 മന്ത്സ് എന്നുള്ള ഒരു ഡ്യൂറേഷൻ മാത്രം നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കണം. അല്ലാതെ 1 ഇയർ ആണ് ജാമിൻ്റെ ഡ്യൂറേഷൻ എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കരുത്. കാരണം ഒരുപാട് പേരെ വിചാരം ഒരു വർഷം ഉണ്ടല്ലോ ജാമിന് എന്നതാണ്. അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ കയ്യിൽ ഇനി ഒരു 7 മാസമേ ഉള്ളൂ. അതിൽ വേണം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജാം എക്സാമിനെ പറ്റിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാം എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ജാം എന്താണെന്നുള്ളത് അറിയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജാം കണ്ടക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് ജാം എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്, അതായത് NIT-കളിലേക്ക്, IIT-കളിലേക്ക്, അതുപോലെ സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കൊക്കെ ഉള്ള MSc പഠനത്തിന് വേണ്ടിയിട്ടാണ് ജാം എക്സാം എഴുതുന്നത് എന്നുള്ളത് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത് ജാം എക്സാമിനെ എങ്ങനെ ആണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അതായത് ജാം എക്സാമിൻ്റെ പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്രോച്ച് ചെയ്യുന്ന രീതികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര ഭാഗങ്ങളാണ് അതിനുള്ളത്, എത്ര മാർക്കാണ് ഡിസ്ട്രിബ്യൂഷൻസ് ഉള്ളത്, എത്ര ക്വസ്റ്റ്യൻസ് ആണ്, ഡ്യൂറേഷൻ എന്താണ്, കാൽക്കുലേറ്റർ ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു എക്സാമിന് നമ്മൾ അന്വേഷിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ അന്വേഷിക്കണം. അപ്പോൾ ജാം എക്സാമിൻ്റെ സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനാലിസിസ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ക്വസ്റ്റ്യൻസ് ആണ്, 3 മണിക്കൂറാണ് ടൈം, ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്, ഓരോ ക്വസ്റ്റ്യൻസിനും ഇത്ര മാർക്ക് വെച്ചിട്ടാണ് ഉള്ളത്, ഇത്രയാണ് നെഗറ്റീവ് ഇല്ലാത്ത സ്കീമിങ് ഇതാണ്. ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തറായിട്ട് വെച്ചിരിക്കണം. ആദ്യം എക്സാം പാറ്റേൺ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തത് IIT ജാം എക്സാമിലേക്ക് കടക്കണേക്കാളും മുമ്പ് നിങ്ങളൊരു 10 ഇയേഴ്സ് PYQs ഒന്ന് അനാലിസിസ് ചെയ്യണം. 10 ഇയർ PYQs എടുക്കാൻ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ IIT ജാം എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല നടക്കുന്നത്. ഓരോ കൊല്ലം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡൽഹി ആണെങ്കിൽ അടുത്ത കൊല്ലം മുംബൈ ആയിരിക്കും, പിന്നത്തെ കൊല്ലം മദ്രാസ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 10 ഇയേഴ്സ് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഓരോ കൊല്ലം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ പേപ്പേഴ്സ് നോക്കാം. അതായത് ഇപ്പോൾ മദ്രാസ് തന്നെ ചിലപ്പോൾ റിപ്പീറ്റിൽ 2 വട്ടം വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഇയറുകൾ നോക്കാം. 2017 പേപ്പറും 2025 പേപ്പറും നടത്തിയിരുന്നത് ഡൽഹി ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഇയറുകൾ തമ്മിൽ എത്രയാണ്. അതായത് ആ ഇയറിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്, ക്വസ്റ്റ്യൻ ടഫ് ആയിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ 10 ഇയേഴ്സ് പേപ്പർ അനാലിസിസ് ചെയ്യാൻ പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ്, 10 ഇയർ പേപ്പർ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജാമിൻ്റെ സിലബസ് ഫെമിലിയർ ആയിരിക്കും. കാരണം ഒരു സിലബസ് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴാണ് സിലബസിൻ്റെ ആപ്തത നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത്. എത്ര ഡെപ്തിലാണ് സിലബസ് കിടക്കുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസിലൂടെ മനസ്സിലാക്കുക. കാരണം ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ, ഏത് ഭാഗത്തു നിന്നാണ് കുറവ്, ഏത് ഭാഗമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് ഫോക്കസ് ചെയ്യേണ്ടാത്തത്, അത് ഒട്ടും പഠിക്കേണ്ടാത്ത സബ്ജക്റ്റ് ഏത് എന്നൊക്കെ നമുക്ക് ഈ 10 ഇയർ പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് നമ്പർ 3 എന്താ പറയുന്നത് വെച്ചാൽ 10 ഇയർ പേപ്പർ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ, അതായത് സപ്പോസ് ഇപ്പോൾ ഒരു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് അതിലുള്ളത് വിചാരിക്കുക. നിങ്ങൾക്കത് കാണുമ്പോൾ പെട്ടെന്ന് ഇത് ഞാൻ പഠിച്ചതാണല്ലോ, ഇതാണല്ലോ ഇക്വേഷൻ, ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വരും. അങ്ങനെ ഈസി ക്വസ്റ്റ്യൻസും കൂടിയും കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുടെ ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എൻ്റെ ഏരിയ ഏതാണ് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്, അതായത് എനിക്ക് നല്ലോണം അറിയുന്ന ഏരിയ ഏതാണ്, എനിക്ക് ഒട്ടും അറിയാത്ത ഏരിയ ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ ഈ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. ഓക്കെ. സ്റ്റെപ്പ് നമ്പർ 4, മാർക്കിംഗ് സ്കീം. മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ 10 ഇയർ പേപ്പറിൻ്റെ അനാലിസിസ് ചെയ്യുമ്പോൾ ആ സമയത്തെ കട്ട് ഓഫുകൾ നോക്കുക. ഫസ്റ്റ് റാങ്ക് എത്രയായിരുന്നു, അതുപോലെ തന്നെ ആദ്യത്തെ 500-ൻ്റെ ഉള്ളിൽ എത്ര വന്നു, ആദ്യത്തെ 100-ൻ്റെ ഉള്ളിലെ റാങ്ക് എത്ര. ഇങ്ങനെ റാങ്ക് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റാങ്ക് അപ്പോൾ തന്നെ മനസ്സിൽ ഫിക്സ് ചെയ്യുക. എനിക്ക് ആദ്യത്തെ 100-ൽ വരണം, അല്ലെങ്കിൽ ആദ്യത്തെ IIT മുംബൈയിൽ കിട്ടണമെങ്കിൽ എത്ര വേണം, ആദ്യത്തെ 100-ൻ്റെ ഉള്ളിൽ വരണം, IIT ഹൈദരാബാദ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ IIT ഡൽഹി കിട്ടണമെങ്കിൽ ഇത്ര റാങ്കിലാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇത്ര നന്നായി പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഈ 10 ഇയർ പേപ്പറിൽ നിന്നാണ് കിട്ടുന്നത്. അതാ ഞാൻ പറഞ്ഞത്, പേപ്പർ അനാലിസിസ് മസ്റ്റാണ്. പേപ്പർ അനാലിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്, പ്രിപ്പറേഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും വെച്ചാൽ നിങ്ങൾ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണെന്ന് വിചാരിക്കുക. അപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് വിചാരിക്കുക. റണ്ണിങ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ഓൾറെഡി നിങ്ങൾക്ക് എന്താ കോൺസെപ്റ്റ് അത്യാവശ്യം ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും
അല്ലെങ്കിൽ അവിടെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും പല കാര്യങ്ങളും. കാരണം ഇപ്പോൾ നിങ്ങളൊരു ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്തായാലും ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഇപ്പോൾ ഫൈനൽ ഇയറിൽ നിങ്ങൾ ഫിസിക്സിൻ്റെ പേപ്പേഴ്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രിയുടെ പേപ്പേഴ്സ് പഠിച്ച് വന്ന് ഇരിക്കുന്ന ആളുകളായിരിക്കും. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ഇക്വേഷൻസ് ഒരു ഡെറിവേഷൻ മോഡൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി അത് സെറ്റായി വന്ന ആളുകളായിരിക്കും. നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് പ്രോബ്ലം സ്കില്ലിംഗ് ആണ്. അതായത് ആ കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സാധനം ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, അതാണ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അത് മാത്രമാണ് നിങ്ങളുടെ എയിം. കാരണം ഓൾറെഡി തിയറിയും കോൺസെപ്റ്റും ഡെറിവേഷൻസും ഇക്വേഷൻസും ഒക്കെ കോളേജിൽ നിന്ന് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി സെമസ്റ്റർ എക്സാംസിന് വേണ്ടി എന്തായാലും പഠിക്കുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ അത് ഒരു പ്രോബ്ലത്തിൽ എങ്ങനെ എന്നുള്ള രീതിയിൽ അത് സിസ്റ്റമാറ്റിക് പ്ലാൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ സെക്യൂറായി ഒരു 500ൻ്റെ ഉള്ളിൽ എന്തായാലും റാങ്ക് സെക്യൂർ ആയിരിക്കും. ഇനി റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ, അതായത് ഇപ്പോൾ CUET PGയുടെ സ്കോർ കാർഡ് വന്നു, അതുപോലെ പുസാറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ എക്സാംസ് ഒക്കെ എഴുതി ഫെമിലിയർ ആയിട്ട് ഇരിക്കുന്ന ആളുകളായിരിക്കും റിപ്പീറ്റേഴ്സിന് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ജാം ഒരു വട്ടം എഴുതിയിട്ടുണ്ടാവും. മേ ബി നിങ്ങൾ ഉദ്ദേശിച്ച് റാങ്ക് കിട്ടാതെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 800 ആയിരിക്കും, പക്ഷേ കിട്ടിയിട്ടുണ്ടാവും ഒരു 1500, 2000 ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഒരു കൊല്ലം കൂടി ഒന്ന് ഇരുന്ന് നോക്കട്ടെ, കാരണം ഞാൻ ഒരു കൊല്ലം കളഞ്ഞിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് പഠിക്കാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു 50% എഫേർട്ട് ഇടുന്നുണ്ടോ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലെയുള്ള എക്സാംസിന് പഠിക്കുമ്പോൾ ഭയങ്കര ബേസിക് ആയിട്ട് ഫിസിക്സും അതിൻ്റെ പ്രോബ്ലം സ്കില്ലിങ്ങും ഡെവലപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. നിങ്ങൾ അടിത്തറ സ്റ്റേബിൾ ആക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ ജാം എക്സാം എന്നുള്ളത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ സ്റ്റെബിലിറ്റി, അതായത് നമ്മളൊരു അടിത്തറ ഉണ്ടാക്കിയിട്ട് പ്രോബ്ലം സ്കില്ലിങ് ഡെവലപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ജാം എന്ന എക്സാം ഭയങ്കര എളുപ്പമാണ്. അതർവൈസ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു CUET എക്സാം എഴുതണതിൻ്റെ അത്ര പോലും ടെൻഷൻ ഇല്ല ഒരു ജാം എക്സാം എഴുതുമ്പോൾ. കാരണം കാൽക്കുലേറ്റർ ഉണ്ട്, എല്ലാ പാരാമീറ്റേഴ്സും നമുക്കറിയാം, കാര്യങ്ങളൊക്കെ നമുക്ക്, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഭയങ്കര സുഖമുള്ള അറ്റ്മോസ്ഫിയറാണ് പരീക്ഷയ്ക്ക് എഴുതാൻ. കാരണം 3 മണിക്കൂറുണ്ട്, നമ്മൾ ആലോചിച്ച് നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയാൽ മതി. അതായത് CUET കുസാറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ഷോർട്ട് ടൈമിൻ്റെ ഉള്ളിൽ കുറേ പ്രോബ്ലംസ് ചെയ്തിട്ടാണ് നിങ്ങൾ ആ റാങ്കിൽ എത്തിയിട്ടുണ്ടാവുക. അത്രയും എഫേർട്ട് വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അത്രയും ബിൽഡ് ചെയ്ത് വന്നതുകൊണ്ട്, അത്രയും ബേസിക് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജാം അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റിലൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ജാം എക്സാം എന്നത് ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും ഒരു 6 മന്ത്സിൻ്റെ ഒക്കെ അടുത്ത് എത്തുമ്പോഴേക്കും നിങ്ങളുടെ സബ്ജക്റ്റുകൾ നിങ്ങൾ എന്തായാലും കവർ ചെയ്യും. അതായത് ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസം അല്ലെങ്കിൽ ഓരോ വീക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കുന്നത് വെച്ചാൽ അതിൻ്റെ റെഫറൻസ് ബുക്ക് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. റെഫറൻസ് ബുക്ക് എല്ലാം പഠിച്ച് തീരില്ല, അത് ഉറപ്പാണ്. കാരണം ഒരു റെഫറൻസ് ബുക്ക് വായിച്ചെടുക്കണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അത് പഠിക്കണമെങ്കിൽ ഒരുപാട് ടൈം ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കിവിടെ യൂസ്ഫുൾ ആയിരിക്കും. അല്ലാതെ റെഫറൻസ് ബുക്ക് മാത്രം വായിക്കാതിരിക്കരുത്. റെഫറൻസ് ബുക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുന്ന സമയത്ത്, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, മെക്കാനിക്സിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിൽ ഒരു ചെറിയൊരു ഡൗട്ട് വന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ്, എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡെപ്ത്ത് നിങ്ങൾ പല രീതിയിലും യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അതായത് റെഫറൻസ് ബുക്ക് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കുക. അല്ലാതെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പഠിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്നല്ല. എവിടെയാണോ ഡൗട്ട് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം റെഫറൻസ് ചെയ്യുക. അതാണ് പറയുന്നത്. അല്ലാതെ റെഫറൻസ് ബുക്ക് പഠിച്ചിട്ട് ജാം ക്രാക്ക് ചെയ്യൽ നടക്കില്ല. തിരിച്ചാണ്, അതായത് ക്വസ്റ്റ്യൻസിൻ്റെ ഡൗട്ടോ അല്ലെങ്കിൽ കോൺസെപ്റ്റിൻ്റെ ഡൗട്ടോ അല്ലെങ്കിൽ ടോപ്പിക്കിൻ്റെ ഡൗട്ടോ വരുമ്പോൾ നിങ്ങൾ തിരിച്ച് റെഫറൻസ് ബുക്കിലേക്ക് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഒരു PYQ ബണ്ടിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതായത് ഞാൻ പറയുന്ന പോലെ 10 ഇയേഴ്സ് 15 ഇയേഴ്സ് PYQ ബണ്ടിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതിനുശേഷം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു റാങ്ക് ഫയൽ ഉണ്ടായിരിക്കണം. റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന കുറേ MCQs, അതായത് ഒരു MSc എൻട്രൻസ് എക്സാമിൻ്റെ അത്യാവശ്യം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബണ്ടിൽ, അതൊരു റാങ്ക് ഫയൽ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. കാരണം ക്വസ്റ്റ്യൻസിൻ്റെ അവൈലബിലിറ്റിയാണ്. കാരണം കോൺസെപ്റ്റ് കൊണ്ട് മാത്രം ജാം കിട്ടില്ല, നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജാം ക്രാക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഒരു 5-6 മാസം കഴിഞ്ഞു, അതായത് നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളും, ഇപ്പോൾ ജാമിന് പഠിക്കുമ്പോൾ 7 സബ്ജക്റ്റും പഠിക്കണം എന്നില്ല, ഏതെങ്കിലും 5 സബ്ജക്റ്റ് നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. 5 സബ്ജക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ലാസ്റ്റ് മാസങ്ങളിൽ ഇതേ സബ്ജക്റ്റ് തന്നെ റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു മാസമാണ് ലാസ്റ്റ് 2 മാസങ്ങൾ. ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഏകദേശം ഡിസംബർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എക്സാം ഫെബ്രുവരിയിലാണോ, ഡിസംബർ മുതൽ ഡിസംബറും ജനുവരിയും കംപ്ലീറ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുക, റിവിഷന് വേണ്ടി യൂസ് ചെയ്യുക. റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഹാർഡ് വർക്കിംഗ് പ്ലസ് സ്മാർട്ട് വർക്കിംഗ്. കാരണം നിങ്ങൾ കൂടുതലും മോക്ക് ടെസ്റ്റുകൾ വാങ്ങുക. അതായത് എവിടെ നിന്നാണ് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത്, അസൈൻമെൻറ്റുകൾ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ജാം എക്സാം എന്നുള്ളത് എക്സാമിന് പോണേക്കാൾ മുമ്പ് നമ്മൾ ജാം എക്സാമിന് അത്രയും പരിചയമായിരിക്കണം. ഒരുപാട്
ഒരുപാട് മോക്ക് ടെസ്റ്റുകളും അസൈൻമെൻറ്റ്സുകളും ടെസ്റ്റ് സീരീസുകളും അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, പേപ്പേഴ്സ് വളരെ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ ജാം എക്സാമിന് പോകുക. അപ്പോൾ ലാസ്റ്റ് 2 മന്ത്സ് റിവിഷൻ ഒരുക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ 2026 ജാം വളരെ ഈസി ആയിരിക്കും. കാരണം 2024 ജാമിനെ അപേക്ഷിച്ചിട്ട് ഒന്നുകൂടി ഈസി ആവാനാണ് ചാൻസ്. കാരണം 24 പേപ്പർ കുറച്ച് ടഫായിരുന്നു നമുക്ക്. അതിൻ്റെ സബ്ജക്റ്റുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ആ പേപ്പർ അനാലിസിസ് നിന്ന് മനസ്സിലാവും, എത്രമാത്രം ടഫ് ഉണ്ടായിരുന്നു, എത്രമാത്രം സിമ്പിൾ ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ആ പേപ്പേഴ്സ് ഇതുപോലെ 2024, 25, 23, 22 ഒക്കെ പേപ്പേഴ്സ് അനാലിസിസ് ചെയ്തിട്ട് വേണം പഠിക്കാനിരിക്കാൻ. അതായത് നിങ്ങളുടെ ഫേവർ സോണ്, അതായത് എത്ര സബ്ജക്റ്റാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ സബ്ജക്റ്റുകൾ പഠിച്ചിട്ട് വേണം റിവിഷന് വരാം. അപ്പോൾ തന്നെ ജാമിൻ്റെ ആദ്യത്തെ ടോപ്പ് റാങ്കിൽ നമുക്ക് എത്താൻ പറ്റും. ഞാൻ പറയുന്ന പോലെ സ്മാർട്ട് വർക്ക് മാത്രമല്ല, ഹാർഡ് വർക്കിങ്ങും വേണം. കാരണം ആദ്യത്തെ ഒരു 6 മാസം നല്ല രീതിയിൽ ഹാർഡ് വർക്കിങ്ങും, പിന്നത്തെ 2 മാസം നമ്മൾ ഹാർഡ് വർക്കിംഗ് പ്ലസ് സ്മാർട്ട് വർക്കിംഗ്. ഈ സ്മാർട്ട് വർക്കിങ്ങിൽ മാക്സിമം നമ്മൾ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്തിരിക്കും, ജാമിൻ്റെ ടോപ്പ് റാങ്കിൽ എത്തും. നിങ്ങൾ നല്ലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഓക്കെ.